ഒരുപാട് ഫുട്ബോൾ ആരാധകർ നോക്കിക്കണ്ട ഒരു മത്സരമായിരുന്നു നമ്മുടെ ഫൈനലിസിമ മത്സരം, സ്പെയിൻ വേഴ്സസ് അർജന്റീന. പക്ഷേ നിലവിൽ നമ്മുടെ ഒരു ഫൈനലിസിമ നടക്കില്ല എന്ന രീതിയിലാണ് മൊത്തത്തിൽ അതിന്റെ അവസ്ഥ. അപ്പോൾ ഇതിന് കാരണം എന്താണ് എന്നുള്ളൊരു അന്വേഷണമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ മാക്സിമം കുറഞ്ഞ വേർഡ്സിൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇത് ആദ്യം നടത്താനിരുന്നത് നമ്മുടെ മാർച്ചിൽ ഖത്തറിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ടൂർണമെന്റ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഇടയിലാണ് നമ്മുടെ ഇറാൻ വേഴ്സസ് ഇസ്രായേൽ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ്, ഇറാനും അമേരിക്കയും ഇസ്രായേലൊക്കെ ചേർന്നുള്ള ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ നടന്നതോടുകൂടി അവിടെ ബോംബ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. സോ ഖത്തറത്തെ പരിപാടി ക്ലോസ് ആയി. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എവിടെ എന്നുള്ള രീതിയിൽ സംഭവം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സാന്റിയാഗോ ബെർണാബോയിൽ സ്പെയിനിൽ വെച്ച് നടത്താം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വന്ന ഒരു സംഭവം, പകുതി ഓഡിയൻസ് അർജന്റീനയുടെ ഫാൻസും അതുപോലെ തന്നെ പകുതി സ്റ്റേഡിയത്തിന്റെ പകുതി സ്പെയിനിന്റെ ഫാൻസ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിനെ അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ കോൺമബോൾ, അതായത് നമ്മളെ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും രണ്ടാളും തള്ളി. പിന്നെ അത് അപ്പോ ഖത്തർ കഴിഞ്ഞു, സ്പെയിനിന്റെ കാര്യം പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്ന അടുത്തൊരു അഭിപ്രായം, 2028 യൂറോ കപ്പ് നടക്കുന്നതിന് മുമ്പ് ഒരു ഭാഗം സ്പെയിനിലും മറ്റൊരു ഭാഗം അർജന്റീനയിലും വെച്ച് നടത്താം, 2 ലെഗുകളായിട്ട് മത്സരം നടത്താനുള്ള രീതിയിൽ. പക്ഷെ അതും സത്യം പറഞ്ഞാൽ തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളെ ഖത്തറും ഇല്ല, സ്പെയിനിലും ഇല്ല, പിന്നെ അർജന്റീനയിലും കളില്ല, ഒരു രീതിയിലും കളില്ല എന്നുള്ള രീതിയിലായിരുന്നു. അത് ഏറ്റവും സങ്കടം സത്യം പറഞ്ഞാൽ നമ്മളെ ആ ഒരു യമാൽ വേഴ്സസ് മെസ്സി ആ ഒരു കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം യമാൽ വേഴ്സസ് റൊണാൾഡോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ യമാൽ വേഴ്സസ് മെസ്സി, സ്പെയിൻ വേഴ്സസ് അർജന്റീന തുടങ്ങിയ ഒരു അടിപൊളി പോരാട്ടമാണ് ഫുട്ബോൾ കാണികൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് ഈ അടുത്ത് അതേ പറ്റി പറഞ്ഞിരുന്നു. കാരണം ഒരുപാട് ആഗ്രഹിച്ച മത്സരമായിരുന്നു മെസ്സിക്കെതിരെ കളിക്കുക, അർജന്റീനക്കെതിരെ കളിക്കുക എന്നുള്ളത്. പക്ഷെ അത് പോയി എന്നുള്ള കാര്യം എന്താണ് ദുഃഖകരമായ സംഭവമാണ് എന്നാണ് ഫെർമിൻ ലോപ്പസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫൈനലിസിമ നടക്കാതെ പോയത്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.